കുറച്ച് അയലമീൻ നമുക്ക് മുരിങ്ങക്കായും തക്കാളിക്കയും ചേർത്ത് തേങ്ങ അരച്ചൊന്ന് ചാറ് വയ്ക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇതായിരിക്കും. അയലമീൻ മുരിങ്ങക്കായും തക്കാളിക്കയും ചേർത്ത് ഒരു ചാറ് വയ്ക്കുന്നു, കുടംപുളിയും ചേർത്ത് തേങ്ങ അരച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി അരപ്പൊക്കെ ഉണ്ടാക്കി വരട്ടെ. അപ്പോൾ ഇതുകൊണ്ടോ, ഒരു തക്കാളിക്ക, 2 മുരിങ്ങക്കായ, പിന്നെ കുഞ്ഞ് സവോളകളാണ്, ഒരു കുഞ്ഞ് 3 സവോളയുണ്ട്. സവോള, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇത്ര സാധനം കൂട്ടി നമുക്ക് അയല കറി വയ്ക്കാം കേട്ടോ. ഇത് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇപ്പം മുളക് പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് നമുക്കതിനെ ഒന്ന് അയല കറി വെക്കാം കേട്ടോ. കുറച്ചെണ്ണത്തിന് വറക്കാനെടുത്തു കേട്ടോ. ഇതുണ്ടോ, ഒരു 4 ഞങ്ങൾ വറുത്തു, ഒരു 4 കറി വയ്ക്കാനെടുത്തു, ബാക്കിയുള്ളതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പം അയലമീനൊക്കെ വറുത്ത് കോരി കേട്ടോ. ഉണ്ടോ, ഇതിൻ്റെ ആ അരപ്പൊക്കെയാണ് ഇത്. കറിവേപ്പില ഇട്ടോ വറുത്തു. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഒരല്പം ഉലുവാപ്പൊടി, ഒരല്പം കുരുമുളക് പൊടി, ലേശം കടുക് പൊടിച്ചത്, ഇത്രയും സാധനം ചേർത്ത് ഇത്ര മസാലകൾ തിരുമ്മി ഒരു 10 മിനിറ്റ് വെച്ച് ആണ് ഇത് വറുത്ത് കോരിയത്. അപ്പം ഇനി ഈ എണ്ണയുണ്ടല്ലോ, അതിനകത്തേക്ക് ഇത് നമ്മുടെ ആ ഐറ്റങ്ങളെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി അരപ്പും ചേർത്ത്, കുടംപുളി എടുത്ത് വെച്ചില്ല കേട്ടോ ഞാൻ, കുടംപുളിയും കൂടി ചേർക്കണം. അപ്പം നമുക്കിതൊന്ന് കറി വെച്ചെടുക്കാം കേട്ടോ. കുടംപുളിയും കൂടി എടുത്ത് വെള്ളത്തിലിട്ട് തേങ്ങായി വരച്ച് വെച്ചിട്ട് എല്ലാം കൂടെ വഴറ്റണം, എന്നിട്ട് വേണം അത് കറിയാക്കാൻ. അപ്പോൾ ഇത് കുറച്ച് ഏത് മീൻ മേടിച്ചാലും ഒരല്പം വറക്കണം, ഒരു 5-6 എടുത്ത് വറക്കുകയും ചെയ്യണം, ബാക്കി കറി വയ്ക്കണം. അതാണ് ഇവിടുത്തെ ഒരു ശീലം. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇത് തന്നെയൊക്കെ കാര്യങ്ങൾ. 1/2 കിലോ മീനാണെങ്കിൽ പോലും 2 വറക്കണം, നിർബന്ധമാണ്. അപ്പം നമുക്കിതൊക്കെ അരപ്പൊക്കെ ഉണ്ടാക്കി റെഡിയായിക്കൊണ്ട് വരാം. അപ്പം ചെറിയ കുഞ്ഞ് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഒരു തക്കാളി, അല്പം മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് വഴറ്റി മീൻ വറുത്ത് വാങ്ങിയ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതെല്ലാം ഇട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്ത് പുളി ഇട്ടിട്ടുണ്ട്, പുളിയും കഴുകി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ, അരപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അരപ്പിൻ്റെ പാത്രം കൂടെ കഴുകി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. മുരിങ്ങക്കായ, ഇതല്പം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. മുരിങ്ങക്കായ ഒന്ന് വെന്ത് അതിനകത്ത് ആ ഉപ്പും പുളിയും എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ കേട്ടോ. മുരിങ്ങക്കായ തിന്നാൻ എന്നാ രുചിയാണെന്നറിയാമോ, നല്ല ടേസ്റ്റുണ്ട്. അപ്പം ഈ പാത്രത്തിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. പാത്രം കഴുകി ഇതിനകത്ത് ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് തിള കയറി കഴിയുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പം മീൻകറി റെഡിയായിട്ടോ. അപ്പം മീൻകറിക്ക് കഴിക്കാൻ കുറച്ച് പേർക്ക് ദോശ, ഇതുണ്ടോ മീൻകറി, മുരിങ്ങക്കായും തക്കാളിക്കയും ചേർത്ത് തേങ്ങ അരച്ച് അയല കറി വെച്ചതാട്ടോ. കുടംപുളിയും ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ അത് നന്നായിട്ട് വെന്ത് ഫിനിഷായിരിക്കുന്നു. കണ്ടോ, കപ്പ അടുപ്പ് വെച്ചിട്ടുണ്ട്. അപ്പം മീൻകറിയും കപ്പയും കഴിക്കുന്നവരങ്ങനെ, പിന്നെ ദോശയും മീൻകറിയും കഴിക്കുന്നവരങ്ങനെ. അപ്പം നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. മീൻകറി ഫൈനലായേ, ഭംഗിയായിട്ട് വെന്ത് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആ മുരിങ്ങക്കായ എടുത്തതിന് എന്നാ ടേസ്റ്റാണെന്നറിയാമോ. മീനിൻ്റെ ടേസ്റ്റ്, പുളി, ഉപ്പ്, എരിവ്, എണ്ണ
എല്ലാം പിടിച്ച ഒരു മുരിങ്ങക്കായ കേട്ടോ. തക്കാളിക്ക വെന്ത് നന്നായിട്ട് അരിഞ്ഞ് ചേർന്നു, കാരണം എണ്ണയിൽ വഴറ്റിയിട്ടാണ് തക്കാളിക്ക കറിയാക്കിയത് മീനിൻ്റെ കൂടെ. ഇപ്പം റെഡിയാക്കട്ടെ. അപ്പം കപ്പ അരച്ചിട്ടിളക്കി പുഴുങ്ങിയെടുത്തു കേട്ടോ. അപ്പം ഞങ്ങൾ കപ്പയൊക്കെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുവാ കേട്ടോ. ഇത് കണ്ടോ മീൻകറി. ഈ മീൻകറി കോരി കപ്പയിൽ ഒഴിച്ചിട്ട് കപ്പയും മീനും കൂടെ കഴിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കഴിച്ചാലോ. ദോശ കഴിക്കേണ്ടവർ ദോശ കഴിക്കും, കപ്പ കഴിക്കേണ്ടവർ കപ്പ കഴിക്കും, ചോറ് വേണ്ടവർക്ക് ചോറും കഴിക്കാം. ഞാൻ കോരി എടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇതുണ്ട്, വറുത്ത മീനുണ്ട്, പിന്നെ കറിയുണ്ട്. ഇതൊക്കെ ചേർത്താണ് കപ്പ കഴിക്കുന്നത് കേട്ടോ. രണ്ടും കൂടെ ചേർത്തിട്ടാണ് കപ്പ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ചോറ് വേണ്ട. സന്ധ്യ സമയത്ത് കപ്പ കഴിച്ചാൽ പിന്നെ അന്ന് അത്താഴം കുടിക്കുന്ന സ്വഭാവം ഇവിടെ ആർക്കും ഇല്ല കേട്ടോ. അപ്പം പിന്നെ വീണ്ടും ഒന്നുകൂടി പറയട്ടെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ.